ഇന്ന് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ വാക്ക് എന്ന് പറയുന്ന ഒരു വേർഡിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഫുൾ നെയിം നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്. W എന്ന് പറഞ്ഞാൽ വാക്ക് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് കൂടെ നടക്കുക. A എന്ന് പറഞ്ഞാൽ ആക്ട് ഇൻ യൂണിറ്റി, ഐക്യതയിലുള്ള ചില പ്രവൃത്തികൾ. L എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ ജീവിതമാണ് എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു. അതിനുശേഷമാണ് K എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് നമുക്കുണ്ടാകണം എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷമായിട്ട് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ പ്രിയമുള്ളവർ ഓർക്കുന്നുണ്ടോ? ഈ ഇല്ലുസ്ട്രേഷനിലാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. എന്തുകൊണ്ടാണ് ആ ഒരു പാലം ആ ഒരു റിവറിലോട്ട് വീഴാത്തത് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടായിരുന്നു പ്രിയമുള്ളവരെ ആ പാലം ആ റിവറിലോട്ട് വീഴാതിരിക്കുന്നത്? അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ പറ്റും? എന്തുകൊണ്ടാണ്? അതിനൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട്. അതിന് വേറെ എന്തെങ്കിലും ഉത്തരങ്ങളുണ്ട്? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ആ സ്ട്രോങ് ഫൗണ്ടേഷൻ, ഒരു സ്ട്രോങ് പില്ലർ ഉണ്ട്. ആ പില്ലർ എന്തുവാ? ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമോ. അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു ഇല്ലുസ്ട്രേഷൻ കൂടെ പഠിച്ചു. നമുക്ക് ഈ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ചെയറിൽ ഇരിക്കാൻ പറ്റുമെന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തുവായിരുന്നു? ഇരിക്കാൻ പറ്റുന്നതാണോ ഇരിക്കാൻ പറ്റില്ല എന്നാണോ? ഇരിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണോ നമ്മൾ ഇരിക്കുന്നത്? അല്ല, ഇരിക്കാൻ പറ്റത്തില്ല. ഇരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇരിക്കാൻ പറ്റാത്തത് ആ ഒരു കാലിന് എന്തുകൊണ്ട് ഭയങ്കര പ്രയോറിറ്റി ഉണ്ട്. ഞാനൊരു കാര്യം ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മുടെ ലൈഫിന് എന്തുകൊണ്ടാണ് പ്രയോറിറ്റി ഉണ്ട്. ഇന്ന് രാത്രികാലം ആരും ചിന്തിക്കരുത് എൻ്റെ ലൈഫിന് പ്രയോറിറ്റി ഇല്ല, എന്നെക്കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് ആരും ചിന്തിക്കരുത്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് പലരും അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു റോളുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഇല്ലുസ്ട്രേഷനിലൂടെ ദൈവാത്മാവ് നമ്മൾ സംസാരിക്കുന്ന കാര്യം ആ 4 കാലിനും ഈക്വൽ ഇമ്പോർട്ടൻസാണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, 4 കാലുണ്ട്, ഇരിക്കാനുള്ള ആ ഒരു ഭാഗമില്ലെങ്കിലും എന്ത് ചെയ്യും? ഇരിക്കാനുള്ള ഭാഗം എന്നാ ചെയ്യും? അതിന് നമുക്ക് ചെയർ എന്ന് പറയാൻ പറ്റുമോ? ചെയർ എന്ന് പറയാൻ പറ്റുമോ? അത് 4 കാല് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യത്തിന് പൂർണ്ണ രൂപം കൊടുത്തുവെങ്കിൽ ഈ സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലൂടെ നമ്മൾ കടക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എന്തുണ്ട്? ഒരു രൂപമുണ്ട്, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ 2 ഇല്ലുസ്ട്രേഷനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വേഴ്സ് 4 to 6 നമ്മൾ കടക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ആ ഒരു കാര്യം പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അതിനൊരു സ്ട്രോങ് പില്ലർ ഉണ്ട്, സ്ട്രോങ് ആയിരിക്കണം അത്. അതുകൊണ്ടാണ് ആ റിവർ എന്ത് ചെയ്യാതിരിക്കുന്നത്, വീണ് പോകാതിരിക്കുന്നത്. ആ റിവറിലോട്ട് ആ ബ്രിഡ്ജ് വീണ് പോകാതിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, വെള്ളത്തിൻ്റെ പ്രഷർ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഈ വെള്ളത്തിൻ്റെ പ്രഷർ അറിയണമെങ്കിൽ ഞങ്ങളുടെ വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു മണ്ണിടിച്ചിലുണ്ടായപ്പോൾ വെള്ളം അടിച്ച് വന്ന് പല മേഖലകളിൽ എന്തു വന്നു, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ വെള്ളത്തിന് എന്തുണ്ട്? പ്രഷറുണ്ട്. നമ്മളായിരിക്കുന്ന ഈ ലോകത്തിനും വലിയ പ്രഷറുണ്ട് എങ്കിലും പലപ്പോഴും നമ്മൾ വീണ് പോകാതിരിക്കുന്നത് കൃത്യമായിട്ടും ആ ദൈവിക ഫൗണ്ടേഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആ നമ്മുടെ ഒരു കാല് പോയ ചെയർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: അവിടെ അത് കൃത്യമായി ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലോട്ട് കടക്കുമ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതി വെച്ച കാര്യം എൻ്റെ പ്രിയമുള്ള കയ്യിൽ ഉണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്, ഏതാണ് നമ്മുടെ വീക്ക് പോയിന്റ്? ആ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി നമുക്കുണ്ടാകണം, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു കാര്യത്തെ 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്നിങ്ങനെ ഉള്ള രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയെല്ലാം കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു വാക്കുണ്ട്. അതെന്താണെന്നറിയാമോ? ഒന്ന്. അവിടെ എല്ലാം പറയുമോ? വൺ സ്പിരിറ്റ്, വൺ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ എംഫസിസ് ചെയ്യൂ, അല്ലേ? അപ്പോൾ ഈ ഭാഗത്തിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡി, വാക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, സ്ട്രോങ് ആയിട്ടുള്ള പില്ലേഴ്സ് ആ റിവറിൻ്റെ മുകളിൽ
ഉറച്ചു നിന്നതുപോലെ, അല്ലെങ്കിൽ ആ 4 കാലുകൾ ആ ചെയറിനെ ഉറപ്പിച്ച് നിർത്തിയതുപോലെ, നമ്മൾ വായിച്ച 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. അപ്പൊ നമ്മളെ വിളിച്ചത് എന്തുകൊണ്ടാണ്? ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ്. പക്ഷെ ആ പ്രത്യാശ സത്യം പറഞ്ഞ ദൈവമക്കൾക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പ്രത്യാശ ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ എന്നാ പറയും? പ്രത്യാശയില്ല, ഇപ്പോൾ കുറച്ച് നിരാശ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ കുറച്ച് എന്നാ ഉണ്ട്? പ്രത്യാശ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചോദിക്കുന്ന എല്ലാവരും പറയുന്ന കാര്യമാണ്, പ്രത്യാശ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കല്ലേ, നിരാശയെക്കുറിച്ചാണ് ഞങ്ങൾ എന്ത് ചെയ്യാം, ഇഷ്ടം പോലെ പറയാം. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പോരായ്മയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യാശ ഉണ്ടാകേണ്ട സാഹചര്യത്തിൽ പോലും നമ്മൾ മറ്റുള്ളവർ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും അല്ലേ. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. മറ്റുള്ളവർ നമ്മൾ എന്ത് ചെയ്യും? ഫുള്ള് ചാർജ് ചെയ്ത് നീ തളർന്നു പോകരുത്, ഇത് വീണ് പോകരുത് എന്നൊക്കെ പറയും. ഈ സെയിം സാധനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴോ, സെയിം സംഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എവിടേക്കൊക്കെയോ ആ പില്ലേഴ്സൊക്കെ ഒലിച്ചു പോകുന്ന പോലെ തോന്നും. എവിടെ നിന്നൊക്കെയൊക്കെയോ ചില കാര്യങ്ങൾ ഊരിപ്പോകുന്ന പോലെ തോന്നും. അങ്ങനെയാണോ ഇന്ന് രാത്രിക്കാലം ഈ ക്ലാസ്സിനകത്തിരിക്കുന്നത്? എഫേസ്യ ലേഖനത്തിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ടിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. 4-ാമത്തെ അധ്യായത്തിൻ്റെ സുപ്രധാനമായ ഒരു ഭാഗം ഇന്ന് നമ്മളിൽ ചില വ്യക്തിപരമായ, അതാ ഞാൻ പറഞ്ഞത്, 1 തൊട്ട് 3 വരെയുള്ള അധ്യായങ്ങൾ പ്രാക്ടിക്കൽ ലെസൺ ആയിരുന്നുവെങ്കിൽ ഈ 4 തൊട്ട് 6 വരെയുള്ള കാര്യം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. 1 തൊട്ട് 3 വരെ പല അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ 4 തൊട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നൊരു ഭാഗം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഏക പ്രത്യാശ. ആ പ്രത്യാശ എപ്പോഴും നമുക്ക് ഉണ്ടാകണം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാനൊന്ന് കൂട്ടി ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. കഴിഞ്ഞ ദിവസം നമ്മളോട് ദൈവാത്മാവിലൂടെ കാര്യം വർക്ക് പ്രഷർ അല്ലേ, നമ്മുടെ ജോലിയിലുള്ള പ്രഷർ അല്ലെങ്കിൽ നമ്മുടെ ബിസി ഷെഡ്യൂളുകളൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നു, ഒത്തിരി ബാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഒന്ന് ഇതിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ബിസി വരുമ്പോഴാണല്ലോ നമ്മൾ അലഞ്ഞ് നടക്കുന്നത്. ആണോ? തിരക്കാകുമ്പോൾ നമ്മൾ ഭയങ്കര അലച്ചില്ല അല്ലേ? ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു അലച്ചിൽ തോന്നുന്നുണ്ടോ? ചില വിഷയത്തിലൂടെ നമ്മൾ വല്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു ഭാഗം കൂടി ഒന്ന് ടച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ബൈബിളിലെ ആദ്യത്തെ യാഗം അല്ലെങ്കിൽ ബൈബിളിലെ ആദ്യത്തെ ആരാധന നടന്നത് എവിടെയാണെന്ന് അറിയാമോ? എവിടെയാണ് പ്രിയമുള്ളവരെ? നിങ്ങൾക്ക് അറിയാമോ ബൈബിൾ എവിടെയാണ് ആദ്യമായിട്ടുള്ള ആരാധന നടന്നത്? നമുക്ക് അറിയുന്നതാണ്, തെറ്റാണേലും കുഴപ്പമില്ല. എവിടെയാണ് ആരാധന നടന്നത് ഒന്ന് പറയാൻ പറ്റൂ? എവിടെയാണ്? കയീനും ഹാബേലും യാഗം അർപ്പിച്ചപ്പോൾ അവിടെ എന്ത് നടന്നു? ആരാധന നടന്നു. പക്ഷേ ആ ആരാധനയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനത് പറഞ്ഞു, ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. പക്ഷേ അവിടെ 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലൂടെ ഒരു കാര്യം ഇങ്ങനെ കാണുന്നു, കയീന് ഏറ്റവും കോപമുണ്ടായി. അടുത്ത വാക്ക്, അവൻ്റെ മുഖം വാടി. ഇത് ഞാൻ പറയാൻ കാരണം, ചില വിഷയത്തിനകത്ത് ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയുണ്ട്, പക്ഷെ നമ്മുടെ മുഖം ചിലതിനകത്ത് വാടിയിരിക്കുക, ചിലതിനകത്ത് നമ്മുടെ മുഖം എന്ത് ചെയ്തിരിക്കുക? ചോദ്യം നമ്മളോടാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖം വാടാറുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഈ ദീർഘക്ഷമ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? നമ്മുടെ ഒരു നാടൻ രീതി പറഞ്ഞാൽ, ഈ കർത്താവിനോട് ഇനി കൂട്ടില്ല, ഈ കർത്താവിനോട് ഇനി നമുക്ക് കമ്പനിയില്ല. എത്രയോ തവണ നമ്മൾ അങ്ങനെ പ്രാർത്ഥനാ പായയിൽ നിന്ന് പോയിട്ടുണ്ടല്ലേ. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സും ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ ഒരു കാര്യം ഇങ്ങനെയാണ്. അവിടെ പറയുന്ന ഒരു കാര്യം 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നമ്മൾ ജോലി ചെയ്തിട്ട് ചില കാര്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ജോലി ചെയ്തിട്ട് സാലറി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? കമ്പനിയിൽ നിന്ന് രാജിവെക്കും. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം. ഒരു വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം എനിക്ക് പ്രിയങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഇതുവരെ ആ ഒരു ഭാഗം ചിന്തിച്ചതല്ല, പക്ഷേ ദൈവാത്മാവ് അത് വ്യക്തതയോട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ പറയുക, ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു, നീ ഭൂമിയിൽ ഉഴന്ന് അലയുന്നവൻ ആകും. ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ചില വിഷയത്തിലൂടെ നമ്മൾ ഉഴന്നുകൊണ്ടിരിക്കുവാന്നു. വചനത്തിലൂടെ തന്നെ ആ കാര്യത്തെ ഈ എഫേസ്യ ലേഖനമായിട്ടുള്ള ബന്ധത്തെ ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 16-ാമത്തെ വാക്ക് ഇങ്ങനെയാണ് കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്ക്, അങ്ങനെ കയീൻ
യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് പാർത്തു. നോദ്, ആ വാക്കാണ് ദൈവാത്മാവ് എന്നോട് ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിലും ചില പ്രത്യേകമായ മേഖലയുടെ അകത്ത് ഇടപെട്ടൊരു വാക്ക്. നോദ്, നമ്മൾ കേട്ടിട്ടുണ്ടോ നോദ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച്? ഈ നോദ് എന്ന് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് പോകുന്നേ? ഇത് എഫേസ്യ ലേഖനത്തിൻ്റെ ഒരു കോർ വിഷയമായിട്ട് എനിക്ക് കണക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ ആഡ് ചെയ്യുന്നത്. നോദ്, NOD എന്ന് ഇംഗ്ലീഷ് കൊടുക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ എന്ത് വരുമോ? പ്രത്യേകിച്ചൊന്നും വരത്തില്ല എന്നായിരിക്കും. ഇത് നമ്മൾ അങ്ങനത്തെ കാര്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം നോക്കിയപ്പോൾ ഈ നോദ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അഴലുക എന്നുള്ളതാണ്. നോദ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ചില വിഷയത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? അലഞ്ഞുകൊണ്ടിരിക്കുക എന്നൊരർത്ഥമാണ്. അപ്പോൾ ചോദ്യം, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കയീൻ പുറപ്പെട്ടു പോയത് എവിടെ നിന്നാണ്? യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ചോദ്യം, യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ആരുടെ സന്നിധിയിലൂടെ പോവുക? മനുഷ്യൻ്റെ സന്നിധി അല്ലേ? നമ്മുടെ ചില വിഷയങ്ങൾ ഇന്ന് ചില മനുഷ്യൻ്റെ സന്നിധിയിലാണോ ഇരിക്കുന്നത്? അതാ എനിക്ക് കണക്ട് ചെയ്യേണ്ട കാര്യം. നോദ്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഈ മനുഷ്യൻ പോയത് നോദിലോട്ടാണ്. നോദ് എന്ന് പറയുന്ന ആ കാര്യത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്, വാണ്ടറിങ്. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതെന്തിനാ പറഞ്ഞെന്നുള്ള കാര്യം ഇനി പറയുമ്പോൾ പ്രിയമുള്ളവർക്ക് മനസ്സിലാകും. പക്ഷേ ഇദ്ദേഹം നോദ് എന്ന് പറയുന്ന ദേശത്ത് പോയി 17-ാമത്തെ വാക്യം കാണുക. കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു, അവൻ ഒരു പട്ടണം പണിതു. അപ്പോൾ ഗർഭം നടന്നു, പട്ടണം നടന്നു, പണി നടന്നു, കാര്യങ്ങളൊക്കെ നടന്നു. ചിന്താവിഷയം, പ്രാർത്ഥിച്ചില്ലേലും ഇതൊക്കെ നടക്കും. ദൈവസന്നിധിയിൽ ഇരുന്നില്ലേലും ഇതൊക്കെ നടക്കും. ജോലി കിട്ടും, മക്കൾ ഉണ്ടാകും, മറ്റു കാര്യങ്ങളുണ്ടാകും, പട്ടണം പണിതു. പക്ഷെ ചിന്താവിഷയം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് സക്സസ്ഫുൾ ആണെങ്കിലും അവൻ പീസ്ഫുൾ അല്ല. അതാ എൻ്റെ ചിന്ത. അതാ ഇവിടെ ഞാൻ ആ എഫേസ്യ ലേഖനോട് അതിനെ കണക്ട് ചെയ്യുന്നത്. സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് പീസ്ഫുൾ ലൈഫ് അല്ല. ഇന്ന് ചില വിഷയത്തിനകത്ത് ദൈവാത്മാവ് വ്യക്തതയോടെ നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ചിലതിനകത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സക്സസ് ആണ്. എൻ്റെ ചോദ്യം, നമ്മുടെ ക്രിസ്തീയ ജീവിതം സക്സസ് ആണോ എന്നതിനേക്കാൾ പീസ്ഫുൾ ആണോ എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സമാധാനം എന്നാ സംഭവം എന്ന് വെച്ചാൽ, ജോലിയിൽ നിന്ന് ജോലിയിട്ടുള്ള അലച്ചില, വാട്സപ്പ് ചാറ്റിൽ നിന്ന് ചാറ്റിലോട്ടുള്ള അലച്ചില, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ടുള്ള അലച്ചില, അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിട്ട് ക്രിസ്തീയ ജീവിതം മാറുമ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നിന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ മാറുന്നുണ്ടോ എന്നൊരു ചോദ്യം, ആ ചോദ്യം നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ ആഡ് ചെയ്തത്. സക്സസ്ഫുള്ളാണ്, പീസ്ഫുള്ളാണോ? പ്രാർത്ഥനയില്ല, പക്ഷെ വിടുതലുണ്ട് ചില വിഷയത്തിനകത്ത്. ഇദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് താൻ പുറപ്പെട്ടു പോയി. നമ്മളോട് ആ കാര്യത്തിൽ ഇങ്ങനെ ആഡ് ചെയ്താൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇന്ന് നമ്മൾ പുറപ്പെട്ടു പോയിട്ട് ചില വിഷയത്തിനകത്ത് അലഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ചില വിഷയത്തിനകത്ത് തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മളെ വിളിക്ക് യോഗ്യമായിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇനി പറയുന്ന ഈ കാര്യം ഈ 4 തൊട്ട് 6 പേരുള്ള വാക്യമായിട്ട് അതിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. വിളിച്ചിരിക്കുന്ന ആ ഒരു വിളി, അവിടെ നിന്ന് ചില അലച്ചിലകൾ നമ്മളെ മാറ്റി. ചില അലച്ചിലകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ബിസി ഷെഡ്യൂൾ കൊണ്ടുവന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് ഇന്ന് സമാധാനം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ, കർത്താവ് ഈ അലച്ചിലൊന്ന് മാറണം, കർത്താവ് ഈ ഭാരം ഒന്ന് മാറണം, കർത്താവ് ഈ ചിന്തകളുടെ അകത്ത്, ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ സമാധാനത്തെ പോലും എടുത്തു കളയുന്ന ചില വിഷയങ്ങളായിട്ടല്ല ഇന്ന് രാത്രി നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത്. ആ വിഷയം നമ്മുടെ ടൈം കളഞ്ഞുകൊണ്ടിരിക്കുമല്ലേ? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ടൈം കളയുന്ന അലച്ചിലുകൾ വരുന്ന കോളുകൾ, അലച്ചിലുകൾ വരുത്തുന്ന മെസ്സേജുകൾ, അലച്ചിലുകൾ വരുത്തുന്ന ചില പ്രത്യേകമായ കാര്യങ്ങളെ ഇന്ന് രാത്രികാലം നമ്മൾ മാറ്റാൻ തയ്യാറായില്ല എങ്കിൽ അത് നദിയിലോട്ട് ആ ബ്രിഡ്ജ് വീഴുന്നത് പോലെ ചിലത് വീഴാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്?
ഇനി വചനത്തിലൂടെ അത് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴോട്ടേക്ക് വായിച്ചു വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിനെ നാലാമത്തെ വാക്യം തൊട്ട് 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് എന്ന് പറയുന്നത് സ്ട്രോങ് പില്ലേഴ്സ് എന്നാണ്. സ്ട്രോങ് പില്ലേഴ്സ്. ആ പില്ലേഴ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ അധികം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് അറിയുന്നതാണ്. 7 തരത്തിലുള്ള അടിസ്ഥാന ഫൗണ്ടേഷൻ ആയിട്ടുള്ള അടിസ്ഥാനങ്ങളെ കുറിച്ച് അവിടെ പറയുമ്പോൾ 5-6 വാക്യങ്ങളിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 1 ബോഡി, 1 സ്പിരിറ്റ്, 1 ഹോപ്പ്, 1 ലോഡ്, 1 ഫെയ്ത്ത്, 1 ബാപ്റ്റിസം, 1 ഗോഡ് ആൻഡ് ഫാദർ. ചോദ്യം, ഇനി എൻ്റെ പ്രിയങ്ങളോട് ഉത്തരം എനിക്ക് വേണം. ഇവിടെ എല്ലാം ഒന്ന് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് പ്രിയമുള്ളവർ എല്ലാം ഒന്നാന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് 2 സ്നാനമില്ലാത്ത? 2 സ്നാനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ എത്രയോ സ്നാനം കഴിയേണ്ട സമയം അതിക്രമിച്ചേനെ. കർത്താവേ, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ ഒന്നും കൂടെ, നമ്മൾ കുളിച്ചിട്ടൊക്കെ വരുന്ന പോലെ പലരുടെയും ചിന്താഗതി. ചോദ്യം, ഇവിടെ എൻ്റെ പ്രിയമുള്ള ഉത്തരം എനിക്ക് വേണം. എന്തുകൊണ്ടാണ് ഈ 7 വാക്കിൽ 1 എന്ന് പറയുന്ന കാര്യം പറഞ്ഞത്? 1 എന്തുകൊണ്ടാണ് 2 പറയാതെ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പറഞ്ഞാട്ടെ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. 1 എന്നുള്ളതിന് പകരം 2 എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? എന്തുകൊണ്ടാണ് 1 എന്ന് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് പറഞ്ഞാൽ പോരെ? ഈ 7 കാര്യത്തിനും 1 എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും ഉത്തരവുണ്ടോ പ്രിയമുള്ളവരെ? നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞാട്ടെ. എന്തുകൊണ്ടാണ് 1? എന്തെങ്കിലും ഉത്തരവുണ്ടെ പറഞ്ഞാട്ടെ. ഈ ഓരോന്നിനും പകരമായിട്ട് വേറൊന്നില്ല. റീപ്ലേസ്മെന്റ് അവിടെ ഇല്ല. റീപ്ലേസ്മെന്റ് അവിടെ ഇല്ല. നല്ല ഉത്തരവാണ്. ആ ഉത്തരത്തിലൂടെ ഞാൻ വരാം. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ദൈവം ഒരുവൻ. ദൈവം ഒരുവൻ. അപ്പൊ ചോദ്യം, ദൈവം ഒന്നാണെങ്കിൽ ഈ ബാക്കിയുള്ള 6 കാര്യങ്ങൾ എന്തിനാ 1 എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഞാൻ നിങ്ങളെ ഡൗട്ട് ഇതാകാൻ വേണ്ടിയിട്ടല്ല, ആ ചോദ്യം നമ്മളെ ചോദിക്കണം. എന്തുകൊണ്ടാണ് 1 പറഞ്ഞത്? വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ആ ഉത്തരം എല്ലാം കറക്റ്റാ. പ്രിയ എലിസബത്ത് ആൻറ്റി പറഞ്ഞ ഉത്തരം, അതിന് റീപ്ലേസ്മെന്റ് ഇല്ല. പ്രിയ എൽവിൻ സിസ്റ്റർ പറഞ്ഞ ഉത്തരം അതിങ്ങനെയാണ്, ദൈവം ഒരുവനാണ്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള സ്നാനം, ക്രിസ്തുവിലുള്ള അങ്ങനെ ആണ്. പക്ഷെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അവിടെ 1 എന്തിനാ ആഡ് ചെയ്തത്? 1 എന്തിനാ ആഡ് ചെയ്തത്? ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ പോരെ? ശരീരം, ആത്മാവ്, പ്രത്യാശ, ദൈവം എന്ന് പറഞ്ഞാൽ പോരെ? ഈ 1 എന്തിനാ പറയുന്നത്? തമ്മിലുള്ള ഐക്യതയാണോ? തമ്മിലുള്ള ഐക്യത എന്നൊരു ഉത്തരം നമുക്ക് അവിടെ മാച്ച് ചെയ്യാം. നല്ല ഉത്തരവാദം. പക്ഷെ ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് ഞാൻ പറയട്ടെ. 1 എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റിയാണ്. 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി. ആ ഫസ്റ്റ് പ്രയോറിറ്റി ഇതിനെല്ലാം കൊടുക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അതൊരു സ്ട്രോങ് ആയിട്ടുള്ള പില്ലറായിട്ട് മാറുന്നത്. ഒരു ഉദാഹരണം കൂടെ ഒന്നുകൂടെ വ്യക്തമാകുന്ന രീതി സിമ്പിളായി പറഞ്ഞാൽ, ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ വർക്കൊക്കെ ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കാര്യങ്ങളെ ഒന്ന് ഉയർത്താമോ? ഈ വീടിൻ്റെ തറയൊക്കെ കിട്ടുന്ന പരിപാടി. അപ്പോൾ കോൺട്രാക്റ്റ് ചിന്തിക്കുക, നമ്മൾ പറയുക, അച്ഛാ നമുക്ക് പൈസ കുറച്ച് കുറവാ, സിമൻറ്റ് കുറച്ച് മണലൊക്കെ കുറച്ച് ചെയ്താൽ മതി എന്ന് ആരെയും പറയൂ? നമ്മൾ എന്നാ പറയും? ഏറ്റവും സ്ട്രോങ് ആണത്, അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? സ്ട്രോങ് ആകണമെന്ന് പറയും. അതേ കാര്യം ഇവിടെ പറയുക. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ 7 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ ആ 7 കാര്യവും ഈക്വലാണ്. ഇനി പ്രിയമുള്ളവർ പറഞ്ഞ ഉത്തരത്തെ ഞാൻ കണക്ട് ചെയ്താൽ 7 കാര്യവും പരസ്പരം കണക്റ്റഡ് ആണ്. 7 കാര്യത്തിനും റീപ്ലേസ്മെന്റ് ഇല്ല, എക്സ്ചേഞ്ച് ഇല്ലാത്ത. നമ്മുടെ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഈ കല്യാണത്തിനൊക്കെ പറയുന്നൊരു കാര്യം. വേറെ എന്തിനും എക്സ്ചേഞ്ച് ഉണ്ട്, കല്യാണത്തിന് മാത്രം എക്സ്ചേഞ്ച് ഇല്ലെന്ന്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. റീപ്ലേസ്മെന്റ് ഒത്തിരി ഉണ്ട്, പക്ഷെ റീപ്ലേസ് ചെയ്താൽ പിന്നെ ആ പഴയ രീതിയിലോട്ട് വരണമെന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ,
ഇതെല്ലാം ഇതിനെക്കുറിച്ച് ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ദൈവത്തിൽ ഒന്നാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു വരുമ്പോൾ ഈ കാര്യം, ഈ ഒന്ന് എന്നുള്ള കാര്യം അവിടെ ഒരു ഭിന്ന അഭിപ്രായം വന്നാൽ അതെന്ത് ചെയ്യത്തില്ല, നിൽക്കത്തില്ല. പക്ഷെ ഇതെല്ലാം ഈക്വൽ ആകുമ്പോൾ, ഇതെല്ലാം ഒരുപോലെ വരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം എന്ത് ചെയ്യുന്നത്, ഏറ്റവും സ്ട്രോങ് ആയിട്ട് മാറുന്നത്. ചോദ്യം, ചില സമയത്തൊക്കെ ചില കാര്യം രണ്ടായി പോകാറുണ്ടോ? ഒരു ശരീരമാ, പക്ഷെ ചിലരെ കാണുമ്പോൾ നമ്മൾ പറയും ഈ പുള്ളിക്കാരൻ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമല്ല. അത് പ്രത്യേകിച്ച് കർത്തൃമേശ്വരുടെ ടൈമിൽ നമ്മൾ പറയും. അതിനെക്കുറിച്ച് ഞാൻ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ട് ആ ഭാഗത്തോട് പോകുന്നില്ല. ഏതൊക്കെയോ മേഖലകൾ രണ്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് തൊട്ടുമ്പോൾ ഇരുപക്ഷത്തെയും ഒന്നാക്കിയെന്ന ക്രിസ്തീയ ജീവിതത്തിനിടയിൽ ഒരു ഭിന്നത ഉണ്ടാകരുത്. ഈ വാക്കുകളെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ, ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്നാലേ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്ന ഐക്യത നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ. ഐക്യത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ആ ഒരു കാര്യത്തെ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ പറഞ്ഞാൽ ആ ഭാഗത്തെ ഓരോന്നും നമുക്ക് എടുത്താൽ അതുപോലെ പഠിക്കാനുള്ള, പക്ഷെ അതിലൂടെ ഞാൻ പോകുന്നില്ല. ഒന്ന് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കാണിക്കുന്നൊരു കാര്യം ഒരു ഒരുമയെ കാണിക്കുകയാണ്. നമ്മൾ ഈ കരം ചേർത്ത് പിടിച്ചാൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, വിട്ടുപോകത്തില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, വൺ ബോഡി നിയർ ടു ക്രൈസ്റ്റ്, എവരി വൺ യുണൈറ്റഡ് ഇൻ ഹിം എന്ന് പറഞ്ഞാൽ ഒറ്റ ശരീരം, അവരെല്ലാവരും ക്രിസ്തുവായിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ അവിടെ ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റി ഉണ്ടാകുക. വെളിപ്പാട് പുസ്തകത്തിലൊരു ഭാഗമുണ്ട്, എല്ലാ ജാതികളും എല്ലാ ഗോത്രങ്ങളും എല്ലാ പ്രിയമുള്ളവരും ഒരുമിച്ച് വരുമ്പോൾ അവിടെയാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരുമനപ്പെട്ടു പോകണം. ഞാൻ ആ ഒരു ഭാഗത്തെ അധികം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാതെ അടുത്തൊരു ഭാഗത്തോട് നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കാര്യം എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ സ്ക്രീനിൽ എന്താ കാണുന്നത്? നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നാണ്. ഇപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന കാര്യം എന്തോ? ഇപ്പൊ എന്താ? ബട്ട്. ഈ ബട്ട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു മലയാള അർത്ഥം എന്തുവാ? പക്ഷേ. ഇവിടെ ചെറുതായിട്ടൊന്ന് കരണ്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്ന് പറയുന്ന ഒരു അർത്ഥമാണ്. പക്ഷേ അത് കറക്റ്റ് ടൈമിൽ ഒരു ഇല്ലുസ്ട്രേഷനും കൂടി ആയിട്ടങ്ങ് പറയാം. എൻ്റെ മുഖം നിങ്ങൾക്ക് കരണ്ട് ഉള്ളപ്പോൾ കാണാമായിരുന്നു. ദൈവത്തിന് ആ ഇല്ലുസ്ട്രേഷന് ഞാൻ നന്ദി പറയുന്നു. കരണ്ട് ഇല്ലാത്തത് കൊണ്ട് പക്ഷേ മുഖം കാണാൻ പറ്റുന്നില്ല. പറഞ്ഞു വന്ന ഭാഗം, ചില പ്രത്യേകമായ ഘട്ടങ്ങൾ വരുമ്പോൾ ഒരു ബട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബട്ട് വന്നാൽ നമ്മൾ എന്നാ ചെയ്യും? പെട്ടെന്ന് ബട്ട് വന്നാൽ നമ്മൾ എന്നാ ചെയ്യും? എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയും. ഈ പക്ഷേ എന്നുള്ള വാക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടെ വരാറുള്ളത്? പക്ഷേ എന്നുള്ള വാക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടെ വരാറുള്ളത്? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ വിടുതൽ നടക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ഉപവസിക്കാറുണ്ട്, പക്ഷേ മാറ്റം വരുമെന്നുള്ള കാര്യം അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ആരും ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ആ കാര്യമല്ല എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ഞാൻ ചോദിക്കുക. ഈ ബട്ട് സാധാരണ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഒന്ന് പറയാൻ പറ്റൂ? എവിടെയാണ് സാധാരണ ബട്ട് ഉപയോഗിക്കുക? എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തെന്ന് പറയാൻ പറ്റൂ? ഏത് സാഹചര്യത്തിൽ ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്? അത് കാരണം അടുത്ത ചില കാര്യങ്ങൾ ഒരു കണക്റ്റിംഗ് പോയിന്റാണ്. ഏത് സാഹചര്യത്തിലാണ്? ചില കാര്യങ്ങളെ ഒരേപോലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കോൺട്രാക്സ്റ്റ് ആകുമ്പോൾ ഒന്ന് ഡീവിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബട്ട് ഉപയോഗിക്കും, അല്ലേ? ഒന്നുകൂടെ വ്യക്തമായി പറയാം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എല്ലാം ഒന്നാണ്.
പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷേ വന്നാൽ എന്നാ കാര്യമുള്ളത്? അതാണ് നമ്മളിനി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ചെറിയൊരു ഇല്ലുസ്ട്രേഷൻ കൂടെ പ്രിയമുള്ളവർക്കൊന്ന് കാണിക്കാം. ആ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതെങ്ങനെയാണ് കാണുന്നത്? ഒരു ഗ്രാജുവേഷൻ സെറമണി നടക്കുക. നമ്മളൊക്കെ ഒരു ഗ്രാജുവേഷന് ഇങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുക എന്ന് ചിന്തിക്കുക. ഗ്രാജുവേഷൻ സെറമണിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ആ പ്രിൻസിപ്പിള് അവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളെ സ്റ്റേജിലോട്ട് വിളിക്കുക. പക്ഷേ ഈ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ അവാർഡ് അല്ല കൊടുക്കുക. ആണോ പ്രിയമുള്ളവരെ? ഗ്രാജുവേഷൻ ടൈമിൽ അവിടെ പഠിക്കുന്ന എല്ലാവർക്കും ഒരേ അവാർഡ് കിട്ടും. പഠിക്കുന്ന എല്ലാവർക്കും ഒരേ അവാർഡ് കിട്ടും? കിട്ടത്തില്ല. പഠിച്ചതൊന്നല്ലേ? ഒരേ കോളേജ് അല്ലേ? ഒരേ യൂണിവേഴ്സിറ്റി അല്ലേ? ഒരേ പ്രിൻസിപ്പിൾ അല്ലേ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? പക്ഷെ അവാർഡ് ഒന്നാണോ? അവാർഡ് ഒന്നല്ല. എന്തുകൊണ്ടായിരിക്കും അവാർഡ് ഒന്നല്ലാത്തത്? എല്ലാവരും ഒന്നാണ്. ഒരേ യൂണിഫോം അല്ലേ ഇട്ടേക്കുന്നത്? ഒരേ രീതിയിലായിരിക്കും ചിലപ്പോൾ പഠിച്ചേക്കുന്നത്. ഒരേ കോഴ്സായിരിക്കും ചിലപ്പോൾ പഠിച്ചേക്കുന്നത്. പക്ഷേ അവാർഡ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റൂ? അവാർഡ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? എന്തുകൊണ്ടായിരിക്കും? അവർ കൈക്കൂലി കൊടുത്തുകൊണ്ടാണ്. ഡെഡിക്കേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ കൊണ്ട് അച്ചീവ് ചെയ്ത് എഫേർട്ട് കണ്ടിട്ടായിരിക്കും. അല്ലാതെ അവർ, ഞാൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, അല്ലാതെ അവർ കൈക്കൂലി കൊടുത്തിട്ടാണോ? ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ ടൈമിൽ ചില കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് തരണം എന്ന് പറഞ്ഞിട്ടാണോ? അവർ പഠിച്ചത് ഒന്നാണെങ്കിലും അവാർഡിന് എന്തുണ്ട്? വ്യത്യസ്തതയുണ്ട്. നമ്മൾ ഇത്രയും മുമ്പ് പറഞ്ഞ ഈ കാര്യത്തെ പ്രിയമുള്ളവർക്ക് ഒന്നുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും. അവിടെ ഒരാൾക്ക് അക്കാഡമിക് അവാർഡാണെങ്കിൽ മറ്റൊരാൾക്ക് ലീഡർഷിപ്പ് അവാർഡാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവ് താൻ വിളിച്ചിരിക്കുന്നവർക്ക്, വിശ്വാസികളായ നമ്മൾക്ക്, ഒരേ ശരീരത്തിൻ്റെ ഭാഗമായ നമുക്ക് ഇതുപോലെ വ്യത്യസ്തമായ അവാർഡുകൾ തരുമോ? എല്ലാവർക്കും ഒരേ അവാർഡാണോ? പ്രിയമുള്ളവരെ? ആണോ? എല്ലാവർക്കും ഒരേ അവാർഡ് കിട്ടുന്നതാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവാർഡിന് എന്തുണ്ട്? അപ്പോൾ നമ്മൾ ചിന്തിക്കും കർത്താവ് ഭയങ്കര പാർഷ്യാലിറ്റിയ, കർത്താവ് ഇന്ന പുള്ളിക്കാരനോട് ഭയങ്കര സ്നേഹമോ? അതിടയ്ക്ക് നമ്മൾ പറയുന്നതാണ്, ഇന്ന പുള്ളിക്കാരനോട് ഭയങ്കര സ്നേഹം, അതുകൊണ്ട് കർത്താവ് എന്നാ ചെയ്യുക, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇന്ന പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുന്ന പോലും അവരുടെ കർത്താവ് എന്ത് ചെയ്യുന്ന, അവരുടെ പ്രാർത്ഥന നമ്മൾ പറയുന്ന വാക്കുകളാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഞാനിനി പ്രിയമുള്ളവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാം ഒരേ കർത്താവിൻ്റെ, ഒരേ അപ്പത്തിൻ്റെ ഭാഗമാണ് എങ്കിലും അതിൻ്റെ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കാൻ പോകുമ്പോൾ വാക്യം വേഴ്സ് 7 കാണുന്ന കാര്യം ഇങ്ങനെയാ. അവിടെ പറയുക, എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ആ വാക്യം പ്രിയമുള്ളവരൊന്ന് ഒരുമിച്ചൊന്ന് വായിച്ചാട്ടെ, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പറയാൻ പറ്റുമോ കർത്താവ് പാർഷ്യാലിറ്റി ചെയ്യുന്ന ആളാണ്? കർത്താവിന് പുള്ളിക്കാരനോട് കുറച്ച് സ്നേഹം കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യം എന്തുവാ? കർത്താവേ, എന്നാലും കർത്താവേ ഞാൻ ഇത്രയും ചെയ്തിട്ട്, നമ്മളൊരു നീണ്ട കണക്ക് പറയും. എൻ്റെ കർത്താവേ ഞാൻ ഇത്രയും ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നു, എൻ്റെ കർത്താവേ ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഇത്രയും നാളായി, എൻ്റെ കർത്താവേ ഞാൻ ഇത്രയും മണിക്കൂർ പ്രാർത്ഥിച്ചു. എന്നിട്ടും പക്ഷെ അതല്ല അതിൻ്റെ തലം എന്ന് പറയുന്നത്. 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ 1 എന്ന് പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 7ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം. അപ്പോൾ അവിടെ ഒരു അളവുണ്ട്. അളവുണ്ട്. ആ അളവ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ആ അളവ് വ്യത്യസ്തമാകുന്നത് ഓരോരുത്തരുടെ മേൽ പകർന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ചാണ്.
ഒന്നുകൂടെ വ്യക്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, അവിടെ ആ ഒരു വേർഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാൻ പറ്റും. ആ ഒരു വേർഡ് ബട്ട് എന്ന് പറഞ്ഞ ഒരു ട്രാൻസിക്ഷൻ, ഒരു മേഖലയിൽ നിന്ന് ഒരു ചെറിയ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരു മാറ്റം അവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് 6 വരെയുള്ള വാക്യങ്ങളിൽ യൂണിറ്റി, ഐക്യതയെക്കുറിച്ച് പറയുക. ഇപ്പോൾ അദ്ദേഹം ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയെക്കുറിച്ച് പറയുക. അപ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ലേ, ഈ പുള്ളിക്കാരന് ഇതെന്നാ നമ്മുടെ പൊതുവെയുള്ള ചോദ്യമാണ് അല്ലേ? ഈ പുള്ളിക്കാരന് ഇതെന്നാ ഇത്രയും നേരം യൂണിറ്റി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഈ പുള്ളിക്കാരനെ കുറച്ച് മുമ്പ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വ്യത്യസ്തരാകണമെന്ന് പറയുന്നതാണ്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന് ഒരു ഡീവിയേഷൻ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ബിലീവേഴ്സിനും, എല്ലാ വിശ്വാസികൾക്കും ആ അളവിന് ഒത്തവണ്ണമുള്ള ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്നൊരു കാര്യം പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അവിടെയുള്ള സ്പിരിച്വൽ ഗിഫ്റ്റ്, അവിടെയുള്ള ദൈവം ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം അത് വ്യത്യസ്തം. അപ്പം നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടില്ലേ, എല്ലാവർക്കും ഒരേ കൂലി കൊടുത്തു. എല്ലാവർക്കും ഒരേ കൂലിയാണ്. പക്ഷേ ആ കൂലി അതിന് വ്യത്യാസം വരുന്നത് അവരുടെ മേലുള്ള കോൾ അനുസരിച്ചാണ്. അതാണ് ഇനി നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുക, ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം നമ്മളിൽ ആ കൃപ കിട്ടുന്നുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആ കൃപ കിട്ടുന്നുണ്ടോ? പോട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കൃപ കിട്ടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ആ കൃപ കിട്ടുന്നുണ്ടോ? അതിനെന്ത് വേണം? ഒന്നാമത്തെ വാക്യപ്രകാരം യോഗ്യമാവണ്ണം നടക്കണം. യോഗ്യമാവണ്ണം നടന്നാൽ അത്തരത്തിലുള്ള പ്രിയമുള്ളവരോട് ഇവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എല്ലാവർക്കും ആ കൃപ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്നത് പോലെ, നമ്മൾ ദൈവസന്നിധിയിൽ കാര്യങ്ങളെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കാര്യങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട് എങ്കിൽ കർത്താവ് പാർഷ്യാലിറ്റി കാണിക്കുമല്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കേണ്ടതും ക്രിസ്തുവിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞാൽ അതാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ട കാര്യം. അത് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ കാര്യമായിട്ട് മാറണമെങ്കിൽ യോഗ്യമാവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തെ ക്രമീകരിക്കണം. അത് മാത്രമല്ല, 5 റൂൾസ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഈ 5 റൂൾസ് ഫോളോ ചെയ്യുക മാത്രമല്ല, 7 അടിസ്ഥാനങ്ങൾ ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ ചോദ്യം, ഈ വേദപുസ്തകത്തിൽ റൂൾസ് മാത്രമേ ഉള്ളൂ? നമ്മുടെ ചോദ്യമോ? കർത്താവേ, ഇത്രയും പരിപാടിയൊക്കെ ചെയ്തു വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇത്രയും റൂൾസൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ റൂൾസിനൊരു ബുക്കുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 80 പേജ് റൂൾസ് മാത്രമാണ്. ഇപ്പം നമ്മളെ കുറച്ച് ജൂനിയേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ 100 പേജിനധികം റൂൾസാണ്. ബൈബിളിൽ 613ഓളം നിയമങ്ങളേ ഉള്ളൂ. ഞങ്ങൾ ഇടയ്ക്ക് തമാശ രൂപേണ അങ്ങനെ പറയും, ബൈബിളിൽ അത്രയും നിയമങ്ങളേ ഉള്ളൂ, ബൈബിൾ കോളേജിൽ അതിനേക്കാൾ അധികമാണ്. ചില സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് ഇങ്ങനെ ഇത്ര നിയന്ത്രണങ്ങൾ വരുന്നത്? കർത്താവിന് കുറച്ചും കൂടെ, നമ്മുടെ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിന് കുറച്ചും കൂടെ സിമ്പിളായിക്കൂടെ? ചോദിച്ചിട്ടുള്ള ചോദ്യം നമ്മൾ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് മറ്റൊരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വിശ്വാസികളാണെങ്കിലും എല്ലാവരിലുള്ള കൃപ ഒരുപോലെയല്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിലും എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നവരല്ല. എല്ലാവരും ആരാധിക്കുന്നവരാണെങ്കിലും എല്ലാവരുടെയും ആരാധന ഒരുപോലെയല്ല. ആ ഒരു കാര്യത്തെ ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ആ കാര്യം കാണാൻ പറ്റും. അവിടെ 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ 7 വൺസ് എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഐക്യതയെക്കുറിച്ച് പറയുമ്പോൾ, അതിനുശേഷമായി 7-8 വാക്യങ്ങളോട് നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്ന കാര്യം ഇങ്ങനെയാണ്: നമ്മൾ യുണൈറ്റഡ് ആണ്, പക്ഷെ നമ്മൾ സെയിം അല്ല. നമ്മൾ
ഐക്യതയിലുള്ളവരാണ്. പക്ഷെ നമ്മൾ എലിസബത്ത് ആൻറ്റിയെ പോലെയല്ല ഞാനിരിക്കുന്നത്, ജേനി ആൻറ്റിയെ പോലെയല്ല എൽവിൻ സിസ്റ്റർ ഇരിക്കുന്നത്. വേണമെങ്കിൽ പറയാം എലിസബത്ത് ആൻറ്റിയും ജേനി ആൻറ്റിയും നമ്മുടെ സാംസങ് എന്ന് പറയുന്ന ഫോണിലിരിക്കുന്ന ആൻറ്റിയും ഫോണിലിരിക്കുന്ന ആൻറ്റിയും കണ്ണട വെച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ഒന്നാണോ? ആ കണ്ണട പോലെ എന്തുണ്ട്? വ്യത്യസ്തതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും യുണൈറ്റഡ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ചില വ്യത്യസ്തതകളുണ്ട്. ഇന്ന് രാത്രികാലം ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്, ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തത ഉണ്ടാകുന്നത്. ആ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ കാണുന്ന കാര്യം, അതിലൊരു കീ ട്രൂത്ത് എന്നുള്ള രീതി ഞാൻ കൊടുത്തേക്കുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് ഡസ് നോട്ട് എക്സ്പെക്ട് എവരി ബിലീവർ ടു ഡു ദ സെയിം തിങ്. ദൈവം എല്ലാവരിൽ നിന്നും ഒരേ കാര്യം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ളവർ, ആ കാര്യത്തിൽ നിന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. കർത്താവ് ഒരാൾക്ക് ചെയ്ത അതേ രീതിയിലുള്ള അത്ഭുതം വേറെ എവിടെ ചെയ്തിട്ടുണ്ടോ? കർത്താവ് റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഫോർമാറ്റിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്, പക്ഷെ വ്യത്യസ്തമായ രീതിയിലാണ്. ആണോ? നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ? ഇന്ന ആൾ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യത്തുള്ളൂ, ഇന്ന ആൾ പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നില്ല, ഇന്ന ആൾ ആരാധനയ്ക്ക് വരുന്നില്ല അതുകൊണ്ട് ഞാനും ആരാധിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, വ്യക്തിയിൽ നിന്ന് ക്രിസ്തുവിലോട്ട് മാറുമ്പോഴാണ് ആത്മീക ജീവിതം മാറുന്നത്. പലപ്പോഴും നമ്മൾ വ്യക്തികളോടാണ് നോക്കുന്നത്. ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, അവിടെ കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്ന കാര്യം, എല്ലാവരും ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യണ്ട. എല്ലാവരും പാട്ട് പാടാന്ന് വിചാരിച്ചാൽ നമുക്ക് പാട്ട് പാടാൻ പറ്റും? എനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല. അത് ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമാണ്. ഒരു തമാശ രൂപേണ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം നമ്മുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാസ്റ്റർ പറഞ്ഞു, മോനെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, മോൻ എന്ത് ചെയ്യണം, ഒന്ന് കാര്യങ്ങൾ ലീഡ് ചെയ്യണം. ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കയറി. പാട്ട് നമുക്ക് പണ്ടേ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പാട്ടിൻ്റെ ഭാഗം മറ്റൊരാളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവരെ ഏറ്റെടുക്കാത്തത് കൊണ്ട് ഞാനത് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തിട്ടു. ഞാൻ തുടങ്ങിയത് ദൈവകൃപയിൽ ആശ്രയിച്ച, കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ട് വേറെ ഏതൊക്കെയോ രീതിയിൽ പോയി. അതിനിടയിൽ പാടിയ പാട്ട് ദൈവകൃപയിലാണെങ്കിലും അത് വേറൊരു അമ്മാമ എന്ത് ചെയ്തു, അതേ രീതിയിലുള്ള വേറെ പാട്ട് അതിൻ്റെ ഇടയിലും കയറ്റിയിട്ടു. ഞാൻ പാട്ടുകാരനാണെന്ന് നോക്കിയാൽ ശരിയാകത്തില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉള്ളതുപോലെ നമ്മളാകണം. മറ്റുള്ളവർക്കുള്ള പോലെ ജോലി വേണം, മറ്റുള്ളവർക്കുള്ള പോലെ വീട് വേണം. പക്ഷേ എപ്പോഴെങ്കിലും കർത്താവ് എന്നെ വ്യത്യസ്തനായിട്ട് കാണുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഇല്ലുസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ കൈകളിലോട്ടൊന്ന് നോക്കിക്കേ. കൈകളിലോട്ട് നോക്കുമ്പോൾ ലൈൻ കാണാൻ പറ്റും. ആ ലൈൻ നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾക്കില്ല. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ളൊരു ആത്മീക ജീവിതമല്ല. പള്ളിയിൽ വരുന്നു, ആരാധിക്കുന്നു, പാട്ട് പാടുന്നു, പോകുന്നു. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയും, എനിക്ക് വലിയ വ്യത്യസ്തതയൊന്നുമില്ല, എനിക്ക് വ്യത്യസ്തത എന്ന് പറയുന്ന ഒരു കാര്യമില്ലാതെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വ്യത്യസ്തരാകേണ്ടത് ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വഭാവത്തിലായിരിക്കണം, ക്രിസ്തുവിലുള്ള നമ്മുടെ വിളിയിലായിരിക്കണം. അവിടെ ഒരു കാര്യം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക, ദൈവം എല്ലാവരിൽ നിന്നും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും ഒരുപോലെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ബട്ട് ഹി എക്സ്പെക്ട്സ് എവരി ബിലീവർ ടു ഡു സംതിങ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലതാ വല്ലതും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയും, ഞാനൊരു നത്തിങ് ആന്ന് പറയും. ദൈവം ആഗ്രഹിക്കുന്നത് സംതിങ് ആണ്. അപ്പൊ നമ്മൾ പറയുന്നത്, എൻ്റെ ദൈവമേ ഞാനൊരു നത്തിങ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് കണക്ട് ചെയ്താ ഒരുമിച്ച് നിൽക്കേണ്ട കാര്യങ്ങൾക്ക് എന്ത് വന്നു, ഒരു കോൺട്രാസ്റ്റ് വന്നു. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ചോദ്യം, ഇത് രണ്ട് രീതിയിൽ പോയാൽ അഴിക്കാൻ പറ്റുമോ?
അഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലതിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെട്ടപ്പെട്ട് കിടക്കുന്നത്. കർത്താവ് ഇന്ന് നമ്മളോട് പറയുമോ? ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, എല്ലാവരും ചെയ്യുന്ന സെയിം തിങ് ഞങ്ങൾക്ക് വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് സംതിങ് എന്തേലും ഭംഗിയായിട്ട് ചെയ്യണം. തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട കാര്യം ഇങ്ങനെയാണ്. അവിടെ പറയുക, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഒന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, ചിലതൊക്കെ ഞാൻ ചെയ്തോളാം. തീരുമാനം നിങ്ങൾ എടുക്കണ്ട. തീരുമാനം ദൈവാത്മാവിന്റെ നിയോഗങ്ങളെ മാത്രം എടുക്കുക. കർത്താവേ, ഈ നത്തിങ് ആയിട്ടിരിക്കുന്ന എന്നെ സംതിങ് ചെറുതാകട്ടെ. പലരുടെയും ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ നിൽക്കുന്ന മാത്രം ശുശ്രൂഷാണ്. അല്ല, ചർച്ച അടിച്ചു വരെ അത് ശുശ്രൂഷയാണ്. ചർച്ചിൽ കസാരയിട്ട് അത് ശുശ്രൂഷയാണ്. തളർന്നിരിക്കുന്ന ഒരാളെടുത്തോട് ചിരിച്ചാൽ അത് ശുശ്രൂഷയാണ്. മറ്റുള്ളവരിൽ ഇല്ലാത്തത് നമ്മൾ നോക്കണ്ട, നമ്മളിൽ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. വചനത്തിലൂടെ തെളിയിച്ചാൽ. മോശയോട് ദൈവം ചോദിച്ചു, മോശ നിന്റെ കാര്യം എന്താ ഉള്ളത്? മോശ എന്നാ പറഞ്ഞേ? മോശ എന്തോ പ്രിയുള്ളവർ പറഞ്ഞേ, എൻ്റെ കയ്യിൽ ഒരു വടി മാത്രമേ ഉള്ളൂ. കർത്താവിന് ആ വടി മതി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു കാര്യമുണ്ട്. ഒത്തിരി നീണ്ട വലിയ വലിയ ആളുകളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് ശങ്കർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയൂ. പുള്ളി ആകെ 600 പേരെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ആ കാളയുടെ മുടിക്കോല് കൊണ്ട് കൊന്നത്. കൊല്ലാനല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. 600 ആണെങ്കിലും 6000 ആണെങ്കിലും 6 ലക്ഷമാണെങ്കിലും ദൈവം ഈക്വലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ സംതിങ് നമ്മൾ ചെയ്യണം. നമ്മൾ ഒന്നും ചെയ്യത്തുമില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ അനുവദിക്കത്തുമില്ല. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതെനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷെ ഒന്ന് ഞാൻ ചെറിയ രീതിയിലൊന്ന് തട്ടിമുട്ടൊക്കെ പറയാം. പശു പുല്ല് തിന്നുകയില്ല, മറ്റുള്ളവരെ നമ്മുടെ ഇടയിലുണ്ടത്. നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ദശാംശം കൊടുക്കുകയില്ല, കൊടുക്കുന്നവനെ കുറ്റം പറയുകയും ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കുകയല്ല, മറ്റുള്ളവൻ പ്രാർത്ഥിച്ച പറയും അവൻ എന്നാ പ്രാർത്ഥനയാണ്. ഞാൻ ഉപവാസം എടുക്കത്തുമില്ല, ഉപവാസം എടുത്താൽ പറയും മോനെ നിനക്ക് വല്ലതും കഴിച്ചൊക്കെ ഒന്ന് ആ ശരീരമൊക്കെ ഒന്ന് പുഷ്ടി വച്ചൂടെ. നമ്മൾ ചെയ്യത്തില്ല, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് നമ്മളോട് ചോദിച്ചിങ്ങുവാ. ചില മേഖലയുടെ അകത്ത് ദൈവാത്മാ നമ്മൾ സംസാരിക്കുന്നതിൽ ഏറ്റു പറയണം. നമ്മൾ കാരണം ആരെങ്കിലുമൊക്കെ, അത് വചനത്തിലൂടെ ഒന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 21-ാമത്തെ വാക്ക്, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ പ്രാഗൽഭ്യമില്ല. കുറ്റം വിധിക്കുന്നുണ്ടോ? കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ പറയണം കർത്താവേ, ചില മേഖലയിൽ ഉള്ളതാ ശരിയാ കർത്താവേ, അത് അസൂയായിട്ട്, അത് മറ്റുള്ളവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവർ ചെയ്തപ്പോൾ കണ്ടപ്പോൾ ചെറിയൊരു ഭാരം തോന്നിയിട്ടുണ്ട്, ചെറിയൊരു പ്രയാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ക്ലാസ് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരു ചർച്ചിൽ ഒരപ്പച്ചനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഭയങ്കര ഹല്ലേലൂയ പറയും. പക്ഷേ ഈ തൊട്ടടുത്തിരിക്കുന്ന അമ്മാമ്മ അല്ലെങ്കിൽ അച്ചായൻ പറയുക, അച്ചായ നിങ്ങളുടെ ഒരു ഹല്ലേലൂയ. ആളെന്ത് ചെയ്തു? അതിനുശേഷം ഹല്ലേലൂയ പറയൽ നിർത്തി. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ കാരണം ആരുടെയെങ്കിലും ലൈഫിലൊക്കെ അങ്ങനെ നിന്ന് പോയിട്ടുണ്ടോ? ചില കാര്യങ്ങൾ നമ്മൾ കാരണം ചോദിച്ചാട്ടെ, ആ വിരൽ നമ്മുടെ നേരെ ഒന്ന് ചൂണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തോടെ ചോദിച്ചോട്ടെ, കർത്താവേ ആ പ്രാഗൽഭ്യം എനിക്കുണ്ടോ? നമ്മൾ പഠിക്കുന്നത് പ്രാഗൽഭ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ചോദ്യം. അതിന് തൊട്ട് താഴെ പറയുക 22-ാമത്തെ വാക്യം നമ്മൾ വായിച്ച ആ അധ്യായത്തിൻ്റെ 1 യോഹന്നാൻ 3:22, അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്ങളിൽ നിന്ന് ലഭിക്കും. എന്ത് യാചിച്ചാലും കിട്ടും. പക്ഷെ 21-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കണം. പ്രാഗൽഭ്യം ഉണ്ടാകണം. ചില വിഷയത്തിനകത്ത് എന്ന് പറയാൻ പറ്റും, കർത്താവേ ആ വിഷയത്തിനകത്ത് ഞാനൊരു പ്രാഗൽഭ്യമില്ലായ്മ ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയോടുള്ള ഇടപെടല്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ പ്രിയമുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ
അത് നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യമാണ്. കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മൾ ഞായറാഴ്ച നമ്മൾ പാസ്റ്ററുമായിട്ട് അടിയുണ്ടാക്കി. അപ്പോൾ പാസ്റ്ററുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് പാസ്റ്റർ അന്ന് വൈകിട്ട് വീട്ടിലോട്ട് വരുമോ? ഹൗസ് വിസിറ്റിങ്ങിന് വേണ്ടി വീട്ടിലോട്ട് വരുമോ? പാസ്റ്റർ കാണുമ്പോൾ നമ്മൾ പാസ്റ്റർ എന്നാണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ, സന്തോഷമായിരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പാസ്റ്റർ പോകുമ്പോൾ നമ്മൾ പറയും. ഈ വാക്ക് ഇതേപോലെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ടും അങ്ങനെ പറയുന്ന പലരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ കാലമാടിന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെന്ന്. ആരാ പറയുന്നത്? പാസ്റ്ററോട് ഒരു പക കിടക്കുക. പാസ്റ്റർ വന്നപ്പോൾ നല്ല രീതിയിലാണ് കാണിച്ചത്. പാസ്റ്റർ പോയപ്പോൾ പറയുക, ചില കാര്യത്തിൻ്റെ അകത്ത് രണ്ട് മുഖംമൂടിയായിട്ട് നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ, രണ്ട് തലത്തിൽ നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ, രണ്ട് രീതിയിൽ നമ്മൾ പെരുമാറുന്നുവെങ്കിൽ, ദൈവാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ? കുറ്റം വിധിക്കുവാണെങ്കിൽ ഏറ്റുപറയണം. കർത്താവേ, ഈ കുറ്റം വിധിക്കുന്ന കാര്യമാണ് മുടിയൻ പുത്രന് വന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ അവന് മനസ്സിലായി, അവന് സുബോധം വന്നു. അപ്പോൾ അവൻ മനസ്സിലാക്കി, ഞാൻ ഇറങ്ങിപ്പോയി, തെറ്റുപറ്റിപ്പോയി. ഇന്ന് രാത്രികളും ആ സുബോധം നമുക്കുണ്ടാകട്ടെ. ഈ വൈകിയ വേളയിൽ ആ സുബോധത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാകട്ടെ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അവരെന്നെ കുറ്റം പറയുവാന്ന്. നമ്മൾ എത്ര തവണ പറഞ്ഞേക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇന്ന വ്യക്തി എന്നെക്കുറിച്ച് നല്ലതൊന്നും പറയാറില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നല്ലത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ലത് പറയും. നമ്മൾ മോശമോ പറയുന്നെങ്കിൽ. ഇന്ന് രാത്രിക്കാലം ഒരു കാര്യം ഈ ക്ലാസ്സിൻ്റെ കൺക്ലൂഡിങ് ഭാഗത്തോട് വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി, കർത്താവേ, എൻ്റെ നാവിനെ സൂക്ഷിക്കാനുള്ള കൃപ തരണേ. എൻ്റെ ഹൃദയം ഒന്ന് കർത്താവേ പണിയണേ. കർത്താവേ, വലിയ ചോദിച്ചില്ല കർത്താവേ. എനിക്ക് പ്രാഗൽഭ്യമില്ലാത്ത, മെച്യൂരിറ്റി ഇല്ലാത്ത പല സ്വഭാവം ഞാൻ ചെയ്തിട്ടുണ്ട് കർത്താവേ. കർത്താവേ, എന്നോട് ഒന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ, എഫേസ്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ വരുമെങ്കിൽ, പ്രിയമുള്ളവരെ, ആ കർത്താവ് ഇന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. അത് മറ്റൊരാളുടെ മുന്നിലും പറയണ്ട. കയീന്റെ യാഗത്തിൽ എന്തുകൊണ്ടാണ് പ്രസാദിക്കാത്തത്? അവൻ്റെ മുഖം മാറിയത് കൊണ്ടാണ്. ഒരു ചോദ്യം, ആദ്യം യാഗം കഴിച്ചത് കയീനല്ലേ? ഹാബേലിന് മുമ്പ് കയീന യാഗം കഴിച്ചേ? ചിലർ പറയും കയീൻ കൊടുത്തത് ചീഞ്ഞ പച്ചക്കറിയാന്നൊക്കെ പറയും. അതല്ല, യാഗം കൊടുത്തപ്പോഴുള്ള മനോഭാവം, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള മനോഭാവം, മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴുള്ള മനോഭാവം, പ്രാർത്ഥനാപ്പായിൽ ഇരിക്കുമ്പോഴുള്ള മനോഭാവം. എൻ്റെ പ്രിയരെ, ദൈവം ദയാലുവായ ദൈവമാണ്. ദൈവം കയ്യിനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, ക്ഷമിക്കാൻ പറ്റും. പക്ഷെ അവൻ്റെ മനോഭാവമാണ് ആരാധനയ്ക്ക് തടസ്സമായത്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ പറഞ്ഞതാണെന്ന് തോന്നുന്നത്. അഭിഷേകമില്ലാതെ നമുക്ക് പാട്ട് പാടാം, അഭിഷേകമില്ലാതെ നമുക്ക് ഇത് ആരാധിക്കാം, അഭിഷേകമില്ലാതെ നമുക്ക് സകല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ മനസ്സറിയുന്ന ദൈവം ചോദിക്കുക, എടാ മക്കളെ, അത് തെറ്റല്ലേ? യാഗോ കഴിക്കുന്നത്, പക്ഷെ ആ യാഗത്തിൻ്റെ അകത്തുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാ? യാഗത്തിൻ്റെ അകത്ത് യാഗം ഏറ്റവും ശ്രേഷ്ഠകരമാണ്, ആരാധന ഏറ്റവും ശ്രേഷ്ഠകരമാണ്, ക്രിസ്തീയ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമാണ്. പക്ഷേ യാഗത്തിനിടയിൽ കാപട്യം വന്നിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് വന്നിട്ടുണ്ടെന്നേ ഇന്നൊന്ന് പറഞ്ഞാട്ടെ, കർത്താവ്, ചില കാപട്യങ്ങൾ വന്നിട്ടുണ്ട്, ചില അഭിനയങ്ങൾ വന്നിട്ടുണ്ട്, ചില രണ്ട് മുഖം എനിക്ക് വന്നിട്ടുണ്ട്. കർത്താവേ, ഞാൻ മനസ്സിലാക്കുക. കയ്യിൻ്റെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇങ്ങനെയാണ്. കൈ നമ്മളെ പഠിപ്പിച്ചു വിടുന്നൊരു കാര്യം എങ്ങനെ യാഗം കഴിക്കരുതെന്നാണ്.
അദ്ദേഹം ആദ്യം വന്നു, ആദ്യം കൊടുത്തു, പക്ഷെ ആദ്യം പ്രസാദിച്ചില്ല. ആദ്യം മീറ്റിങ്ങിൽ വന്നിട്ട് ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രസാദിക്കണം. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. ശൗല് ഈ കാര്യത്തെ ഒന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശമൂവേൽ പറഞ്ഞു അവിടെ നിന്ന് എന്ത് ചെയ്യരുത്, ഒന്നും എടുക്കരുത്. ആ ഭാഗം കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞാൽ മാത്രമേ അതൊരു പൂർത്തീകരണത്തിലൂടെ വരുള്ളൂ. അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്ന പ്രിയമുള്ളവർ, 1 ശമൂവേൽ അതിൻ്റെ 15-ാം അധ്യായത്തിലൂടെ വരുന്ന സമയത്ത് ആ ഭാഗത്ത് നമ്മൾ കാണുന്നൊരു ഭാഗമുണ്ട്. നമ്മൾ ഒത്തിരി വായിച്ചതാണ്. എന്നാ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കാണുന്ന കാര്യം ഇങ്ങനെയാണ്. അവിടെ ഒരു കാര്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവിടെ യാതൊരു കാര്യത്തിലും എടുക്കരുത് എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ എടുത്തു. ചില കാര്യങ്ങൾ എടുത്തതിന് ശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 15-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ കാണുന്ന കാര്യം ഇങ്ങനെയാണ്. അവിടെ 15-ാമത്തെ വാക്യം, 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, അവയെ അമാലേക്യരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു, ശ്രേഷ്ഠകരമായ ചില കാര്യങ്ങളെ അവൻ എടുത്തുകൊണ്ട് വന്നു. അവന് ശ്രേഷ്ഠകരമായി തോന്നിയതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഇദ്ദേഹം പറയുന്നൊരു കാര്യം 30-ാമത്തെ വാക്യത്തിൽ കാണുന്ന കാര്യം ഇങ്ങനെയാണ്. എന്നാന്ന് വെച്ചാൽ അവിടെ പറയുക, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിൻ്റെ മൂപ്പന്മാരുടെയും ഇസ്രയേലിൻ്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ചു. ആരെയാ? ജനത്തെ ബോധിപ്പിക്കാൻ, ഇടയന്മാരെ ബോധിപ്പിക്കാൻ. ചെയ്തത് തെറ്റാണ്. പക്ഷെ അദ്ദേഹം പറയൂ, എന്ത് ചെയ്യണം? കർത്താവേ, അദ്ദേഹം ഒന്ന് അനുദപിച്ചെങ്കിൽ, അതേ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അനുസരിക്കുന്നത്. ഈ ശൗല് പറഞ്ഞ കാര്യം ഇതൊക്കെ ദൈവത്തിൻ്റെ യാഗം കഴിക്കാനാണ്, അല്ലേ? ആ സമയത്ത് ശമൂവേൽ പറയുക, ശരിയാ, നീ കൊണ്ടുവന്നത് യാഗം കഴിക്കാനാ, യഹോവയ്ക്ക് വേണ്ടി തന്നെയാ. പക്ഷെ ചിന്ത, യാഗത്തേക്കാൾ വലുത് അനുസരണം. നമ്മുടെ യാഗത്തേക്കാൾ വലുത് അനുസരണമായിരിക്കണം. നമ്മുടെ പല യാഗങ്ങളും അനുസരണക്കേടിൻ്റെ യാഗമായിട്ട് മാറുമ്പോൾ, നമ്മുടെ പല യാഗങ്ങളും മുൻകോപത്തിൻ്റെ യാഗമായിട്ട് മാറുമ്പോൾ, ഇവിടെ അദ്ദേഹം പറയുക, ജനത്തിൻ്റെയും മൂപ്പന്മാരുടെയും മതിയുള്ള പേരെനിക്ക് മതിയെന്ന്. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കർത്താവേ, അവർ ചിന്തിക്കണം ഞാനൊരു ആത്മീകനാണ്, അവർ ചിന്തിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവർ ചിന്തിക്കണം ഞാൻ ഉപവസിക്കുന്നവനാണ്. എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴേലും കാണിച്ചിട്ടുണ്ടോ? യാഗം ശ്രേഷ്ഠകരമാകേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ അധ്യായം നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നറിയാമോ? അവിടെ പറയുക, നമ്മൾ കൊടുക്കുന്നത് ശ്രേഷ്ഠകരമാകണം കർത്താവിന്. ചില സമയത്ത് ശ്രേഷ്ഠകരമാകം കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ സമയമാണ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമോ. അതിനെ ഒന്നുകൂടെ കണക്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാൻ പറ്റും. 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു വാചകം ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ. ആ വാക്യം ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഇത് 7-ാമത്തെയും 8-ാമത്തെയും വാക്യം പരസ്പരം കണക്ട് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അവിടെ പറയുക, എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിന് അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ഈ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യമാണ് അതുകൊണ്ട്. therefore. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വാക്യം എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 68-ാം അധ്യായത്തിൽ നിന്നാണ്. നമ്മൾ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പഠിച്ച ഇന്ന് ആ ഭാഗം കൺക്ലൂഡ് ചെയ്യും. സങ്കീർത്തനം 68-ാം അധ്യായത്തിൽ നിന്നാണ്. എല്ലാവരുടെയും ബൈബിളിൽ അതൊരു ഡബിൾ ഇൻവെർട്ടറിലാണല്ലോ, അല്ലേ? ആ വാക്യം ഒരു ഡബിൾ ഇൻവെർട്ടറിലാണല്ലോ കിടക്കുന്നത്. മലയാളം ബൈബിളിൽ അങ്ങനെയാണ് കിടക്കുന്നത്, ഇംഗ്ലീഷ് ബൈബിളിലും അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ വാക്യം കിടക്കുന്നത് 68-ാം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് 68-ാം സങ്കീർത്തനം ഇവിടെ പറയുന്നത്.
68-ാം സങ്കീർത്തനം ഇവിടെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഭാഗത്തിലൂടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ 68-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ വിജയത്തെക്കുറിച്ച് പറയുന്ന സങ്കീർത്തനം 68-ാം സങ്കീർത്തനം. ആ ഭാഗത്തിലൂടെയാണ് ഇനി നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആ ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അവിടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് പറയുന്നുവെങ്കിലും 68-1 പറയുന്ന കാര്യം ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഈ വാക്യം നമ്മൾ വായിക്കുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ താഴോട്ടേക്ക് വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ ഭാഗം നമുക്ക് കാണാൻ പറ്റും. അത് എവിടെയാണ് പറയുന്നതെന്ന് വെച്ചാൽ 68-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. സങ്കീർത്തനം 68-18 ഈ വാക്യം വായിച്ചത്, നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ചും കൂടെ ഒന്ന് പഠിക്കണം. ആ ഭാഗം കൂടി ഒന്ന് കണക്ട് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമായിട്ട് സങ്കീർത്തനം 68-ാം അധ്യായം എടുത്തിരിക്കുന്നത്? അത് നമ്മൾ ചോദിക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം. അത് കാണുന്ന കാര്യം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ഭാഗം കാണാൻ പറ്റും. അവിടെ കൊടുത്തേക്കുന്ന കാര്യം ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ. അതിൻ്റെ ഒരു ഒറിജിനൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് യുദ്ധത്തിന് വേണ്ടി പോകുന്നു. അതിനുശേഷമായിട്ട് അവിടെയുള്ള ശത്രുക്കളെ തോൽപ്പിക്കുന്നു. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. അതിനുശേഷമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ജയിച്ചുകൊണ്ട് മടങ്ങി വരുന്നു. ജയിച്ചുകൊണ്ട് മടങ്ങി വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ആ കൃപയുടെ ഒരു കാര്യത്തിന് കണക്ട് ചെയ്യുന്ന കാര്യം. യുദ്ധത്തിന് പോയതാരാ പ്രിയമുള്ളവരെ? രാജാവ്. ശത്രുക്കളെ തോൽപ്പിച്ചതാരാ? രാജാവ്. അദ്ദേഹത്തിൻ്റെ കൂടെ പടയാളികളുണ്ട്, കാര്യം ശരിയാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? വിജയിച്ചു വരികയാണ്. ഇനി പറയുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടുത്തെ ആ ഭാഗത്തോട് കണക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള അവർക്ക് കിട്ടിയ കൊള്ള അവരെന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? രാജാവിന് ഒറ്റയ്ക്ക് എടുത്താൽ പോരെ. പക്ഷെ എന്തിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ രാജാവ് അവിടെ കാണുന്ന ഒരു കാര്യം എങ്ങനെയാ? അവരെ കൂടെ ഇതിൻ്റെ ഭാഗമാക്കുക. അവർ കൂടെ നിമിത്തമായിട്ടാണ് ആ കൊള്ള കിട്ടിയത്. അവർ നിമിത്തമായിട്ട് ആ വിജയം വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. കർത്താവ് നമ്മളെയും കൂടെ എന്തിനാ ഈ മിഷൻ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ? നമ്മൾ കൂടെ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണല്ല. നമ്മളിൽ കൂടെ ചില കാര്യങ്ങൾ അത് ലഭിക്കണമെന്നൊരു ബോധ്യം ഉണ്ടായിട്ട് അടുത്തൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം ഇങ്ങനെയാണ്. ആ കാര്യത്തെ സങ്കീർത്തനം 68-ഉം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കാണുന്ന കാര്യം ഇങ്ങനെയാണ്. കർത്താവ് ഒരു രാജാവായിരുന്നു. അദ്ദേഹം ഭൂമിയിലോട്ട് വന്നു. ഹി കെയിം ഡൗൺ ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വന്നു. അദ്ദേഹം മരണത്തെയും പാപത്തെയും സാത്താനെയും കാൽവരി ക്രൂശിൽ തോൽപ്പിച്ചു. അടുത്തത് അദ്ദേഹം എന്ത് ചെയ്തു? സ്വർഗത്തിലോട്ട് മടങ്ങിപ്പോയി. പക്ഷേ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കേണ്ട മരണം, നമ്മൾ അനുഭവിക്കേണ്ട ശാപം, നമ്മൾ അനുഭവിക്കേണ്ട സകല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ നമുക്ക് നൽകി. കർത്താവിന് മാത്രം അർഹതപ്പെട്ടതാണ് അല്ലേ? കർത്താവല്ലേ ക്രൂശി മരിച്ച്? നമ്മൾ മരിച്ചിട്ടില്ല. പക്ഷെ എന്തിനാ അദ്ദേഹം ചില കാര്യങ്ങൾ നമുക്ക് നൽകിയത് എന്ന് പറഞ്ഞാൽ ആ രാജാവിൻ്റെ ഹൃദയം എങ്ങനെയാണ്? ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയതല്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല. കർത്താവ് ഒറ്റയ്ക്ക് ചെയ്തേ, പക്ഷെ കർത്താവ് അവിടെ നമ്മളെ കൂടെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് സങ്കീർത്തനം 68 ഇതിനെ കണക്ട് ചെയ്യിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 68 എന്ന് പറയുന്നത് ഒരു പ്രവചന ശബ്ദമാണ്. അതിൻ്റെ പൂർത്തീകരണമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്.
ആ 68-ാം സങ്കീർത്തനം പ്രിയമുള്ളവർ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വായിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെ, അവിടെ അവൻ ഫ്രീ ആകുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അത് മൊത്തത്തിലൊന്ന് വായിക്കണം. അവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, കർത്താവ് എന്ത് ചെയ്യുന്നു, അവിടെ കൊടുമുടിയേറിയ ആ പർവ്വതങ്ങളിൽ ദൈവം വസിക്കാൻ ഇച്ഛിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് പറയുന്നു. 17-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ രഥങ്ങൾ 1000-1000-ആയും കോടി കോടിയുമാകുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന് അതിൻ്റെ 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ചില നീക്കുപോക്കുകൾക്ക് വേണ്ടിയിട്ട്, ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്, നമ്മളെ കൂടെ ചേർത്ത് പിടിച്ച്. കഴിവുകൊണ്ടല്ല, നമ്മൾ എന്തോ ആയതുകൊണ്ടല്ല, നമ്മൾ വലിയ പുള്ളികളായതുകൊണ്ടല്ല. പക്ഷെ കർത്താവിന് ആഗ്രഹമാണ്, ഇത് ഞാൻ ഒറ്റയ്ക്ക് പൊരുതിയതാണേലും എൻ്റെ കുഞ്ഞുങ്ങൾ കൂടെ അതിൻ്റെ ഭാഗമാകണം, എൻ്റെ പ്രിയമുള്ളവർ കൂടെ അതിൻ്റെ ഭാഗമാകണം. ആ ബോധ്യം ഇന്ന് രാത്രിക്കാലം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിലാണ് ദൈവാത്മാവ് നമ്മളോട് ആ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ സംസാരിക്കും. ഞാൻ ആ ഒരു ഭാഗത്തെ ഇങ്ങനെ പറഞ്ഞ് അവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. എന്നാണെന്നറിയാമോ പ്രിയമുള്ളവരെ, അതിൻ്റെ അകത്ത് കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചത്. കർത്താവ് നമ്മളെ പരിഗണിച്ചുവെങ്കിലാണ് കർത്താവിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നുണ്ടോ? ചില വിഷയത്തിനകത്ത് കർത്താവിനെ നമ്മൾ കൂട്ടത്തില്ല, ചില വിഷയത്തിനകത്ത് കർത്താവ് വേണ്ട, ചില വിഷയത്തിനകത്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ പരിഗണിക്കാതെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും കാര്യം നടക്കത്തില്ല. ഈ ഭാഗമാണ് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് പഴയ നിയമം അത് ഇവിടെ ആവർത്തിച്ചത്, സങ്കീർത്തനത്തിൽ നിന്ന് ആ ഭാഗം എടുത്തത്? അവിടെ കാണുന്ന ഒന്നാമത്തെ കാര്യം, കർത്താവ് ആ വചനങ്ങളെ പൂർത്തീകരിക്കുകയാണ്. കർത്താവ് ആ എഴുതപ്പെട്ട വചനം എത്രയോ നാളുകൾക്ക് മുമ്പ് എഴുതിയതിനെ പൂർത്തീകരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ വിജയം എന്ന് പറയുന്നത് എത്രയോ നാളുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണെങ്കിൽ അത് നമ്മുടെ കൂടെ വിജയമാകുമ്പോൾ, നമ്മുടെ കൂടെ കർത്താവിൻ്റെ സഭയുടെ ഭാഗമാകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, അതിലൂടെ കർത്താവ് കാണുന്ന കാര്യം നമ്മൾ പരാജയപ്പെട്ടവരല്ലെന്നാ, നമ്മൾ തോറ്റവരല്ലെന്നാ. ഒരു കാലഘട്ടത്തിൽ നമ്മളും പരാജയപ്പെട്ടവരാ, പക്ഷെ കർത്താവ് നമ്മളോട് പറയുക, അല്ല കുഞ്ഞെ നീ തോറ്റിട്ടില്ലെന്ന്, അല്ല കുഞ്ഞെ നിന്നെ കൂടെ ഉപയോഗം ഉണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം, കർത്താവ് അത് ഫുൾഫിൽ ചെയ്തു. രണ്ട്, കർത്താവ് ആ ഒരു വിക്ടറി, കർത്താവിൻ്റെ ആ വിക്ടറിയെ കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക, നമ്മൾ പരാജയപ്പെട്ടവരല്ലെന്ന്. ആ ഒരു കാര്യത്തെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ദ ഗിഫ്റ്റ്സ് ഗിവൺ ടു ബിലീവേഴ്സ് കം ഫ്രം ദ വിക്ടോറിയസ് കിങ്. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സകല ദാനങ്ങളും ജയിച്ച ഒരു രാജാവിൻ്റെ സാക്രിഫൈസാണ്. തോറ്റ രാജാവല്ല, ജയിച്ച രാജാവ്, ജയാളിയായ രാജാവ്. ആ രാജാവ് നമുക്ക് വേണ്ടിയിട്ട് ആ ക്രൂശിൽ വില കൊടുത്തത് കൊണ്ടാണ് നമുക്കിന്ന് വിലയുള്ളതായിട്ട് മാറിയത്. ആ വില ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ ആ ഒരു ഭാഗത്തെ ഒന്ന് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. വിലയില്ലാതിരുന്ന നമുക്ക്, സാധ്യതയില്ലാതിരുന്ന നമുക്ക് കർത്താവ് ഒരു വില നൽകിയെങ്കിൽ ചോദ്യം, ആ വില തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ആ വില തിരിച്ചു കാണാൻ പറ്റുന്നുണ്ടോ? വിലയില്ലാത്തവരല്ല കേട്ടോ, ഇതിനകത്തിരിക്കുന്ന ഒരാളും വിലയില്ലാത്തവരല്ല, ഇതിനകത്തിരിക്കുന്ന ഒരാളും വെറുതെ വന്നവരല്ല. ഇതിനകത്തിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം വ്യത്യസ്തമായി വിളിച്ചേക്കുക. കർത്താവ് ചോദിക്കുക, കുഞ്ഞെ നീ വലുതൊന്നും ചെയ്യണ്ടെന്നേ, ചെറുത് സംതിങ് അത് മതി. എന്തിനാ? ഞാൻ നിനക്ക് വേണ്ടി തകർന്നതുകൊണ്ട്, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, ഞാൻ നിനക്ക് വേണ്ടി മുറിവേറ്റതുകൊണ്ട്. രാജാവിനോടെ കൊട്ടാരത്തിൽ ഇരുന്നാൽ മതി കേട്ടോ, പക്ഷെ സ്വർഗത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞുകൊണ്ട് ഭൂമിയിലോട്ട് വന്ന് നമുക്ക് വേണ്ടി പൊരുതി ആ രാജാവ് വീണത് മുറിവേറ്റട്ട, രക്തം ചീന്തിയിട്ട, നമുക്ക് വേണ്ടിയിട്ടാ. രാജാവ് പറയുക, ഇല്ല കുഞ്ഞെ നീ തോറ്റിട്ടില്ലെന്ന്, ഇല്ല കുഞ്ഞെ നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ലെന്ന്, ഇല്ലെന്നേ നിന്റെ ജീവിതത്തിൽ പരാജയങ്ങളുടെ ധ്വനി നീ കേൾക്കുമ്പോഴും പലതിൻ്റെ അകത്ത് നീ അലഞ്ഞു നടക്കുമ്പോഴും അതിൻ്റെ അകത്ത് ദൈവം പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, അതിൻ്റെ അകത്തും നിന്നെ വിജയാളിയായിട്ട് അതിനകത്ത് നിന്നെ അത്തരത്തിൽ കൊണ്ടുപോകുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്.
തോറ്റുപോയിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ചില സമയത്ത് പ്രാഗൽഭ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ മനസ്സിലാക്കുക, ജയിച്ച കർത്താവ് തോറ്റ കർത്താവല്ല, വില കൊടുത്ത കർത്താവ്. ആ കർത്താവ് നമ്മളോട് പറയുക, കുഞ്ഞെ, അല്പസമയം എനിക്കുകൂടി ഒന്ന് വിലതാ, എനിക്കുകൂടി ഒന്ന് വിലതാ. നമ്മൾ തോറ്റൊരു രാജാവിനെയാണ് പിൻപറ്റുന്നതെങ്കിൽ വില കൊടുക്കണമെന്ന്. ജയിച്ച രാജാവ് ഇന്ന് പറയുക, നീ തോറ്റുപോകുമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിനകത്ത് അല്പം വില എനിക്ക് തരാൻ തയ്യാറാകുന്നുവെങ്കിൽ, നീ തകർന്നു പോകുന്ന വിഷയത്തിനകത്ത് അല്പം വില എനിക്ക് തരാൻ തയ്യാറാകുന്നുവെങ്കിൽ, നീ വേദനിക്കുന്ന വിഷയത്തിനകത്ത് എനിക്ക് വില തരാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത ആ വിഷയത്തിനകത്ത് ഞാൻ നിനക്ക് വില തരുമെന്ന്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ നല്ല അപ്പ, അങ്ങയുടെ കരങ്ങളിലൂടെ ഞങ്ങൾ അടുത്തു വരികയാണ്. എഫേസ്യ ലേഖനം ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. കർത്താവേ അപ്പ, ഞങ്ങൾ പലപ്പോഴും ഐഡൻറ്റിറ്റി ഇല്ലാതെ നിന്നതാണ്, ഞങ്ങളെ നത്തിങ് എന്ന് പറഞ്ഞതാണ്. പക്ഷെ കർത്താവ് അപ്പ അങ്ങ് ആഗ്രഹിക്കുന്നത് സംതിങ്, എന്തെങ്കിലുമൊക്കെ കർത്താവിനോട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കർത്താവ്, പലപ്പോഴും ഞങ്ങൾക്ക് അതിന് പറ്റുന്നില്ല, പലപ്പോഴും ഞങ്ങൾക്ക് ആ പ്രാഗൽഭ്യം ഉണ്ടാകുന്നില്ല. എന്നാൽ അപ്പ, ഞങ്ങളെ മുറ്റുമായ ദൈവങ്ങളെ സമർപ്പിക്കുക, ഞങ്ങളെ ഒന്ന് ദൈവങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക. കർത്താവ്, ഏതൊക്കെയോ മേഖലകളിലാണ്. അതുപോലെ കർത്താവെ, ഞങ്ങളുടെ ആരാധനയിൽ പോലും കാപട്യം വന്നിട്ടുണ്ട്. യാഗം അർപ്പിച്ചപ്പോഴുള്ള ഞങ്ങളുടെ മനോഭാവം മാറിയിട്ടുണ്ട്. എന്തിനാ യാഗം അർപ്പിക്കുന്നതെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പ, ഈ രാത്രികാലം ഞങ്ങളെ ഒന്ന് ശക്തീകരിക്കണമേ, ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമേ. ആ രാജാവ് ജയാളിയായി വന്നപ്പോൾ രാജാവിന് കിട്ടിയ ബഹുമാനം ഞങ്ങൾക്ക് നൽകിയെങ്കിൽ കർത്താവെ, ഞങ്ങൾക്ക് ഇനി തോക്കാൻ പറ്റത്തില്ല അപ്പ. ഞങ്ങൾ ചിലത് ചെയ്യാൻ ശ്രമിക്കുമോ അപ്പ? ചെറിയ കാര്യങ്ങൾ, വലിയ മാറ്റമൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിലും അപ്പ, ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സകല മാനവും സകല മഹത്വവും സകല പുകഴ്ചയും സകല ബഹുമാനവും ഞങ്ങളുടെ ദൈവത്തിന്. അങ്ങ് മാത്രം വളരണം, ഞങ്ങൾ കുറയണം. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, പില്ലേഴ്സ് സ്ട്രോങ് ആകണം, നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകണം. അത് മാറി പലപ്പോഴും വീണ് പോകുമ്പോൾ കർത്താവ് പറയുക, കുഞ്ഞെ, ഈ രാത്രികാലം അങ്ങനെ ഒരു ക്രമീകരണമായിട്ട് മാറട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്ന ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.